പാലക്കാട് KSRTC ബസ് മോഷണത്തിൽ പ്രതി പിടിയിൽ. മേപ്പറമ്പ് സ്വദേശി ഫാസിലിനെയാണ് പോലീസ് പിടികൂടിയത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും. ഷാരിഖ് നവാസ് വിവരങ്ങളുമായി. ഷാരിഖ്, ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചതെന്താണ്? പ്രതി പിടിയിലായിരിക്കുന്നു. ഇനി അടുത്ത നടപടികൾ. അനുജ, കഴിഞ്ഞ 7-ാം തീയതിയാണ്, അതായത് ജൂൺ 7-ാം തീയതിയാണ് പുലർച്ചെ 2 മണിയോടുകൂടി പാലക്കാട് ഡിപ്പോയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്നത്. അതായത് ഈ പിന്നിൽ കാണുന്ന ഈ ഭാഗത്താണ് ഇത്തരത്തിൽ KSRTCയുടെ ഓർഡിനറി ബസ് നിർത്തിയിട്ടിരുന്നത്. ഈ പ്രതിയും അതുപോലെ തന്നെ കൂട്ടുപ്രതിയും ചേർന്ന് രാത്രി 2 മണി, അതായത് പുലർച്ചെ 2 മണിയോടെയാണ് ബസ്സിൽ കയറി ബസ് ഓടിച്ച് ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ച് അവസാനം ഇത് മംഗളം ടവറിൽ ബസ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ശേഷം മുങ്ങിയത്. അന്ന് ഈ വാർത്ത പുറത്ത് വന്ന ഉടനെ ശേഷം ഈ 2 പ്രതികളും ഒളിവിലായിരുന്നു. ഇന്ന്, അതായത് ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് പോലീസിന് പ്രതികളെ കണ്ടെത്താനായത്. അതിൽ ഒരു പ്രധാന പ്രതി, അതായത് ഈ ബസ് ഓടിച്ചു പോയ പ്രതിയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മേപ്പറമ്പ് സ്വദേശി ഫാസിലിനെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതിയുമായി അല്പസമയത്തിനകം തന്നെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഈ KSRTC പരിസരത്ത് വന്ന് തെളിവെടുപ്പ് നടത്തും. എത്തരത്തിലാണ് ബസ് എടുത്തു കൊണ്ടുപോയത്, ഇതിനായി എന്തൊക്കെ ചെയ്തു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവെടുപ്പ് നടത്തും. അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയൊക്കെ പോലീസ് ഇതിനോടകം തന്നെ എടുത്തു കഴിഞ്ഞു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കൂട്ടുപ്രതിയും കൂടിയുണ്ട്. ഫാസിലിന്റെ സുഹൃത്ത് തന്നെയാണ് കൂട്ടുപ്രതി. അദ്ദേഹത്തിനായുള്ള തിരച്ചിലും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം പ്രതികൾ തമിഴ്നാട്ടിലേക്കോ മറ്റേതോ സ്ഥലത്തിലേക്ക് കടന്ന് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അവിടെ നിന്നാണ് പ്രതിയെ പോലീസ്, പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ട്രാക്ക് ചെയ്ത് ഇവരുടെ മൊബൈൽ ഉൾപ്പെടെയുള്ള കണ്ടെത്തി അത്തരത്തിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കേസ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. കാരണം ഇവർ ബൈക്കിൽ നിന്ന് ഇറങ്ങി പോകുന്നതും അതുപോലെ തന്നെ ബസ് ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതാണ് ഇത്തരത്തിൽ പോലീസിന് നിർണായകമായത്. എന്തായാലും പോലീസ് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. പ്രതികളുമായി പോലീസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് നടപടികൾ ആരംഭിക്കും. പ്രതിയുമായി പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഈ KSRTC പരിസരത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് നിന്നാണ് KSRTCയുടെ ഓർഡിനറി ബസ്, അതായത് പാലക്കാട് വടക്കഞ്ചേരി ആലത്തൂർ റൂട്ടിലോടുന്ന KSRTC ബസ് 7-ാം തീയതി പുലർച്ചെ 2 മണിയോടുകൂടി പ്രതികൾ എടുത്തിട്ട് പോയത്. അതിലെ പ്രധാന പ്രതി ഫാസിലിനെയാണ് ഇപ്പോൾ തെളിവെടുപ്പുമായി പോലീസ് അവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പ്രതിയെ ദൃശ്യങ്ങളിൽ കാണാം. കൂടെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസിനെയും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത്തരത്തിൽ കേസിലെ ഒരു പ്രതിയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഇനി ഒരു പ്രതിയും കൂടി കിട്ടാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തെളിവെടുപ്പ് നടപടികൾ ആരംഭിക്കും. ഈ ഭാഗത്ത് നിന്നാണ് ഈ പ്രതി നിർത്തിയിട്ടിരുന്ന ബസ് എടുത്തു കൊണ്ടുപോയത്. കാരണം ഈ സാധാരണ KSRTC ഓർഡിനറി ബസ്സിന് ചാവിയുടെ ആവശ്യമില്ല. അപ്പോൾ പ്രതികൾ ഇത് ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ബസ് എടുത്തു കൊണ്ടുപോയത്. ഇവിടെ നിന്നും പാലക്കാട് നഗരം ചുറ്റി അവസാനം മംഗളം ടവറിലെ ഒരു ഒഴിഞ്ഞ ഭാഗത്താണ് ബസ് കൊണ്ടുപോയിട്ടത്. അവിടെ നിന്നാണ് രാവിലെ പോലീസ് ഇത്തരത്തിൽ ബസ് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഈ ബസ് എടുത്തു കൊണ്ടുപോകുമ്പോൾ KSRTCയുടെ ജീവനക്കാരാണ് ബസ് എടുത്തു പോകുന്നത് കണ്ടത്. തുടർന്ന് ഇവർക്കൊപ്പം പിന്തുടരുന്നു. എന്നാലും ബസ് വളരെ വേഗതയിലായതിനാൽ ഇവരെ മിസ്സായി. അവസാനം 5 മണിക്കാണ് ഇത്തരത്തിൽ മംഗളം ടവറിൽ നിന്ന് പോലീസ് ബസ് കണ്ടെത്തുന്നതും തുടർന്ന് ദൃശ്യങ്ങളിൽ കാണിച്ചതാണല്ലോ ഷാരിഖ്. ഈ ബസ് അവിടെ ഇവിടെ എല്ലാം കൊണ്ട് ഇടിപ്പിച്ച് നാശമാക്കിയിരുന്നു. അപ്പോൾ ഇവരുടെ ഉദ്ദേശ്യം എന്തായിരുന്നു? ഒരു കൗതുകത്തിന് എടുത്തുകൊണ്ട് പോയതാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ? അനുജ, പോലീസ് നമ്മളോട് സംസാരിച്ച പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് ഇവർ 2 പേരും മദ്യലഹരിയിലായിരുന്നു. ഈ മദ്യലഹരിയിലായതിനെ തുടർന്നാണ് ലഹരിയിലായതിനെ തുടർന്ന് ഇവർ ബസ് എടുത്തു കൊണ്ടുപോയത് എന്നാണ് പോലീസ് നമുക്ക് നൽകിയ വിവരം. അത്തരത്തിൽ എന്തായാലും ഇവർ മോഷണം ശ്രമത്തിന് അല്ല, ഇത് മദ്യലഹരിയിലായതുകൊണ്ടാണ് ഇത്തരത്തിൽ ബസ് ഓടിച്ചു പോയത് എന്നാണ് പോലീസ് നമുക്ക് തരുന്ന വിവരം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് ഇവർ ബസ് ഇടിക്കുകയും അതുപോലെ തന്നെ ഒരു കടയും അതുപോലെ തന്നെ ഒരു മതിലും ഒക്കെ ഇടിച്ച് തകർത്തിരുന്നു. അതിനുശേഷമാണ് മംഗളം ടവറിലെ ഒരു ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി ബസ് നിർത്തിയിട്ടത്. അവിടെ നിന്നും 2 പ്രതികളും മുങ്ങുകയായിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഈ ബസ് ഓടിച്ചിരുന്ന ഈ കേസിലെ പ്രധാന പ്രതി ഫാസിലിനെയാണ് ഇപ്പോൾ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പോലീസിനോട് അന്ന് ചെയ്ത കാര്യങ്ങൾ വിവരിക്കുകയാണ് ഇപ്പോൾ പ്രതി. അന്ന് രാത്രി ഈ പരിസരം എന്ന് പറയുന്നത് ബിവറേജ് ഔട്ട്ലെറ്റ് കൂടെ ഉള്ള ഒരു പരിസരമാണ്. ഇവിടെ നിന്നാണ്
ഇത്തരത്തിൽ പ്രതി മദ്യപിച്ച ശേഷം ഈ പരിസരത്ത് നിന്ന് മദ്യപിച്ച ശേഷം പുലർച്ചെ 2 മണിയോടുകൂടി പ്രതിയും കൂട്ടുപ്രതിയും കൂടെ ചേർന്ന് ഈ ബസ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് LIC ജംഗ്ഷൻ അതുപോലെ തന്നെ അബൂബക്കർ റോഡ് അത്തരത്തിൽ സഞ്ചരിച്ച് അവസാനം മംഗളം ടവറിന്റെ ഭാഗത്ത് ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി ബസ് നിർത്തിയിട്ട ശേഷം പോയത്. ഈ പോകുന്ന ഇടയിലാണ് ഒരു ചായക്കടയുടെയും അതുപോലെ തന്നെ ഒരു ചായക്കടയ്ക്ക് സമീപത്തുള്ള ഒരു മതിലും ഇടിച്ചു തകർത്ത ശേഷം ഇവർ ബസ് കൊണ്ടുപോയി നിർത്തിയിട്ടത്. എന്തായാലും ബസ്സിന് അന്ന് വൻ കേടുപാടുകൾ പറ്റിയിരുന്നു. ബസ്സിന്റെ ബോഡി, അതായത് വലതുവശത്തെ ബോഡി ഉൾപ്പെടെ തകർന്നിരുന്നു. എന്തായാലും ഇതിനുൾപ്പെടെയുള്ള, അതായത് പൊതുമുതൽ നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിയായിരിക്കും പോലീസ് കേസെടുക്കുക. മോഷണശ്രമം, പൊതുമുതൽ നശിപ്പിക്കുക, ഇത്തരത്തിലുള്ള കുറ്റം ചുമത്തിയാണ് എന്തായാലും പോലീസ് കേസെടുക്കുക. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരത്തിലായതിനാൽ വൻ ആൾക്കൂട്ടം ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച് പ്രതിയുമായി പോലീസ് തിരിച്ചു പോവുകയാണ്. കാരണം ആൾക്കൂട്ടം കൂടിയതിനാൽ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തീകരിച്ച് പ്രതിയുമായി മടങ്ങുകയാണ് പോലീസ്. അനുജ, പാലക്കാട്ടെ KSRTC ബസ് മോഷണത്തിലാണ് പ്രതി പിടിയിലായത്. മേപ്പറമ്പ് സ്വദേശി ഫാസിലിനെയുമായി ഇപ്പോൾ പാലക്കാട് നഗരത്തിലേക്ക് പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തിയപ്പോൾ മടങ്ങിപ്പോവുകയാണ്. പ്രതിയുമായി ഒരു പ്രതി കൂടിയുണ്ട്, കൂട്ടുപ്രതി ഒരാൾ കൂടിയുണ്ട്. അയാളെക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നതാണ്. മദ്യലഹരിയിലായിരുന്നു ഇവർ എന്ന പ്രാഥമിക വിവരം പോലീസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.